വിജയ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ പെട്രോൾ വില വർദ്ധിക്കുമോ നമ്മുടെ നാട്ടിൽ എന്നുള്ളത് ഒരു ചോദ്യമായി ഇപ്പോൾ ഉയരുകയാണ്. ഈ ഗ്യാസ് പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ കഴിഞ്ഞ ദിവസം മനോരമയിലൊക്കെ വന്നിരുന്ന പ്രതിനിധികൾ, ഈ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ പ്രതിനിധികൾ പറയുന്നത് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രതിസന്ധിയും ഇല്ല, നിങ്ങളായിട്ടൊരു പ്രതിസന്ധി ഉണ്ടാകാതിരുന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. 92,000 മെട്രിക് ടൺ LPG ആണ് ഇപ്പോൾ നമ്മുടെ തീരത്തോട്ട് അടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ ഗ്യാസും തലകുത്തനെ വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇവിടെയുള്ള DYFIക്കാർ നടത്തുന്നുണ്ട്, കോൺഗ്രസ്സുകാർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത്. കാരണം ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ് ഈ ഗ്യാസ് പ്രതിസന്ധിക്ക് കാരണം ഇറാനാണല്ലോ സൗദി അറേബ്യയിലൊക്കെ ബോംബ് വാരി ഇടുന്നത്. അപ്പൊ അങ്ങനെയാണ് ഗ്യാസ് പ്രതിസന്ധി വരുന്നത്. ഇവർക്ക് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ വേണം, എന്നാൽ ഇന്ത്യയിൽ ഗ്യാസ് പ്രതിസന്ധി വരാനും പാടില്ല. പക്ഷെ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം വളരെ ഗംഭീരമായിട്ടാണ് ഈ പ്രതിസന്ധികളെ ഡീല് ചെയ്യുന്നത് എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ ഗ്യാസ് പ്രതിസന്ധി, വീടൊന്നും അടുപ്പ് പുകയാത്തൊരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷെ ഇപ്പോൾ നരേന്ദ്രമോദി ഉള്ളത് കൊണ്ട് തന്നെ ഗാർഹികപരമായിട്ടുള്ള ഗ്യാസിന് യാതൊരുവിധ മുട്ടും സംഭവിക്കില്ല എന്ന് കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ട്. നമുക്ക് മുട്ട് സംഭവിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ തന്നെ ഒരു കുറ്റി ഇപ്പോഴും സീല് പൊട്ടിക്കാതെ ഇരിപ്പുണ്ട്. പോരാത്തതിന് ബുക്കിംഗ് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ബുക്ക് ചെയ്തതേ ഉള്ളൂ ഗ്യാസ്. പല ആൾക്കാരും പറയുന്നത് ബുക്കിംഗ് പറ്റുന്നില്ല, ഇന്നലെ ഗ്യാസ് ബുക്ക് ചെയ്തേ ഉള്ളൂ. 25 ദിവസമാണ് ഇതിനെടുത്തിരിക്കുന്നത്. അതും ഈ പാനിക് സിറ്റുവേഷൻ വന്നതിന്റെ പശ്ചാത്തലത്തിൽ അറിയാലോ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വിട്ടുകയാണ്, അതിഭീകരമാണ്. അത് എനിക്ക് ഏറ്റവും രസകരമാണ്. ഈ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഭയന്നുപോയി. അപ്പൊ ഈ പത്തനംതിട്ടയാണ് ആദ്യമായിട്ട് കോവിഡ് ഈ അബ്രോഡിൽ നിന്ന് വന്ന ഒരു സ്ത്രീ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരുടെ വാർത്ത ഞാൻ അന്ന് ഒരു മാധ്യമത്തിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഞാൻ കൊടുത്തിരുന്നു. രാത്രി കൊടുത്തതാണ്. ഇവര് വന്നിട്ട് ഇത് ശരിയായില്ല, ഇവര് അത് പറയണമായിരുന്നു, ഇവര് ക്വാറന്റൈനിൽ ഇരിക്കണമായിരുന്നു. പക്ഷെ ഇവർ ക്വാറന്റൈനിൽ ഇരുന്നില്ല, ഇവരിറങ്ങി സഞ്ചരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ. അപ്പൊ ഇത് വല്ലാത്ത ചെയ്ത്തായിപ്പ് എന്ന് പറഞ്ഞ ഒരു വാർത്ത ചെയ്ത് ഒരു രാത്രി കൊണ്ട് അത് 1 മില്യൺ വ്യൂസ് അടിച്ചു. 1 മില്യൺ വ്യൂസ്. നമ്മുടെ ആൾക്കാരുടെ ഒരു ആകാംക്ഷ, പാനിക് സിറ്റുവേഷനിൽ അവരുടെ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഇപ്പൊ ഒരു വലിയ പ്രതിസന്ധി വരിക, ഇപ്പൊ ഭൂമിയിലേക്ക് ഒരു ഉൾക്ക വരികയാണ്, ആ ഉൾക്ക ചിലപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലേക്കായിരിക്കും വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വലിയൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ട്. ഇനി എന്ത് ചെയ്യും? പിന്നെ സുനാമി വരിക. ഇത് അവർ ആഘോഷിക്കുകയാണോ അത് അവര് യഥാർത്ഥത്തിൽ പാനിക് ആവുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ കാണുന്ന ഒരു സംഭവം എന്താ അറിയാമോ ചേട്ടാ, കോൺഗ്രസ് പറയുന്നതിലും കാര്യമുണ്ട്. കോൺഗ്രസ് പറയുന്നത് നരേന്ദ്രമോദി ഈ ഗ്യാസ് പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്നു, ഇത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റാണ്. ഇത് ഞാൻ കാണുന്ന ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലേ? കാരണം കോൺഗ്രസിന്റെ കാലത്ത് 2014 50% ജനങ്ങൾക്ക് ഇവിടെ ഗ്യാസ് അടുപ്പ് ഇല്ലായിരുന്നു. 2014 ശേഷം മോദി വന്ന ശേഷമാണ് രാജ്യത്ത് ഉജ്ജ്വൽ യോജന കൊണ്ടുവന്നത്. അപ്പൊ ഈ 100% ആൾക്കാർക്ക് ഗ്യാസ് അടുപ്പ് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രതിസന്ധി വന്നാൽ അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാട് നമുക്ക് ഉണ്ടാവില്ലേ? കോൺഗ്രസ് ഗ്യാസ് ഉള്ളൂ, ആ 50% ആൾക്കാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളവർ വിറകൊക്കെ വെച്ച് ജീവിച്ചോളൂ, അവർ വിറകൊക്കെ അടുപ്പൊക്കെ കൂട്ടി എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോളൂ. അപ്പൊ അത് ഞാൻ യോജിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ആ ഗ്യാസ് പ്രതിസന്ധി അവിടെ നമുക്ക് പെട്രോളിന്റെ കാര്യത്തിലേക്ക് വരും. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട ഒരു ചാർട്ടാണ്. പെട്രോൾ പ്രൈസസ് ഇൻ G20 കൺട്രീസ്. ഇതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, സൗത്ത് കൊറിയ, ചൈന, ടർക്കി, ജപ്പാൻ, അർജന്റീന, UK, ബ്രസീൽ, ഓസ്ട്രേലിയ, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, ഇത്രയും രാജ്യങ്ങളേ ഉള്ളൂ. ഇന്തോനേഷ്യ, സൗദി അറേബ്യ, ഇന്ത്യ, റഷ്യ. ബാക്കി എല്ലാ രാജ്യങ്ങളിലും പെട്രോൾ വില വർദ്ധിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ 0 ചേഞ്ച് പെട്രോൾ വിലയിൽ. അതായത് പെട്രോൾ വിലയിൽ ഒരു മാറ്റം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 22% പെട്രോൾ വില വർദ്ധിച്ചത്, കാനഡയിൽ 21%, ഇറ്റലിയിൽ 15%, ജർമ്മനിയിൽ 15%, ഫ്രാൻസ്, സൗത്ത് കൊറിയ, ചൈനയിൽ 11%, ടർക്കിയിൽ 10%, ജപ്പാനിൽ 8%. ഇവിടെ എല്ലാം വർദ്ധിച്ചപ്പോഴും ഇന്തോനേഷ്യ, സൗദി അറേബ്യ, ഇന്ത്യ, ഈ 3 രാജ്യങ്ങൾ, അതിലൊരു രാജ്യം ഇന്ത്യയാണ്. ഈ ഇന്തോനേഷ്യയും സൗദി അറേബ്യ നമുക്ക് വിടാം. ഈ 140 കോടി ജനങ്ങളെ ക്യാരി ചെയ്യുന്ന അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഇന്ത്യയിൽ പെട്രോൾ വില വർദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു. ഇനി വർദ്ധിക്കുമോ? എന്താ തോന്നുന്നത്? രണ്ട് കാര്യങ്ങൾ ഗ്യാസിനെ കുറിച്ച് നമുക്ക് അല്പം പറയാതിരിക്കാൻ കഴിയില്ല. സഖാക്കൾക്ക് ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത ഇന്നലെ വന്നിട്ടുണ്ട്, അതിന്റെ വിഷ്വലും വന്നിട്ടുണ്ട്. ആത്മസംയമനത്തോട് കേൾക്കണം. കറണ്ട്, ഈ പെട്രോൾ ഡീസലൊന്നും കിട്ടാത്തത് കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ ക്യൂബ ഇരുട്ടിലായിട്ട് ദിവസങ്ങളായി. വെള്ളവുമില്ല, വൈദ്യുതിയുമില്ല, ഗ്യാസുമില്ല. ഇന്നലെ ക്യൂബയിലുള്ള കമ്മ്യൂണിസ്റ്റ് ഓഫീസുകളെല്ലാം ജനം കയറി തീയിട്ടു, സഖാക്കളെ തല്ലി ഓടിച്ചു.
അങ്ങനെ അവസാനം അവശേഷിച്ച ക്യൂബയിൽ നിന്നും കമ്മ്യൂണിസം വിട പറയുന്നു. അതാണ് ഒരു വാർത്ത. ക്യൂബ തീ കത്തിച്ച് ചെയ്യുന്നു വാർത്ത ഉണ്ട്. കണ്ടോ? പിന്നെ അതെ, അത് വലിയ വാർത്ത. ന്യൂസ് ഇന്ത്യ മലയാളം അതിന്റെ സമഗ്രമായ വാർത്ത ഇന്ന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മറ്റേ ചാനലിൽ. വളരെ വിശദമായി തന്നെ അത് എവിടൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാല് സരിതയുടെ CD കിട്ടുമെന്ന് പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് TV-യുടെ മുമ്പിൽ ഇരുന്നവരാണ് ഈ നാട്ടിലെ ജനം. അപ്പം അവരെ സംബന്ധിച്ച് പാനിക് സിറ്റുവേഷൻ വരുന്ന എന്തും നമ്മൾ കാണും. അത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുക എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് വലിയ അവലോകനങ്ങളും ചർച്ചയും നടത്തും. ഇനി ഗ്യാസിലേക്ക് തന്നെ വരാം. ഗ്യാസിന് ഇന്ത്യയിൽ ഒരിടത്തും പ്രതിസന്ധിയില്ല. ഗ്യാസ് സിലിണ്ടർ കാലിയായിട്ടുള്ള ഒരു ഒറ്റ ഔട്ട്ലെറ്റ് പോലും ഇന്ത്യയിൽ കാണിച്ചു തരാനില്ല. ഒറ്റ ഔട്ട്ലെറ്റിൽ പോലും ഇല്ല. കാലിയായ ഒരു ഔട്ട്ലെറ്റ് ഇന്ത്യയിൽ എങ്ങുമില്ല. ഇനി ബുക്കിംഗ് കിട്ടുന്നില്ല എന്നതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പ്രേക്ഷകർ അറിയേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, പഴയതുപോലെ 21 ദിവസമല്ല 25 ദിവസമാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഗ്യാസ് എടുത്ത് 21 ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ അടുത്തതിന് വേണ്ടിയിട്ട് റീഫില്ലിന് വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യാറുള്ളതെങ്കിൽ ഇനി അത് 25 ദിവസമാണ്. അത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞതാണ്, എല്ലാ മാധ്യമങ്ങളിലും വന്ന കാര്യമാണ്. അപ്പൊ 25 ദിവസം കഴിഞ്ഞിട്ടല്ലേ ബുക്ക് ചെയ്യാൻ കഴിയൂ. അതിന്റെ ഇടയ്ക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്കിംഗ് പോകില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് വലിയ പാനിക്കാക്കുന്ന വേറൊരു സംഭവം, ഇതിനകത്ത് ഈ എക്സ്ട്രാ കുറ്റി എടുക്കാത്ത ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ ഗ്യാസ് സ്ഥിരമായി വാങ്ങാത്ത ഒരുപാട് പേരുണ്ട്. ഇവരുടെ പലരുടെയും ധനുഷ് KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് പോകില്ല, ഇവർക്ക് ബുക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ KYC മാത്രമല്ല, മറ്റൊരു ഡോക്യുമെന്റോട് ഇവർക്ക് ഹാജരാക്കണം. ഇത് രണ്ടും പോകാത്തടത്തോളം കൊടുക്കാൻ കഴിയും. അത് ഇതുവരെ ഗ്യാസ് എടുക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് വലിയ രസകരമായ കാര്യം. അതായത് ഒരു കുറ്റി മാത്രം യൂസ് ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ കേരളത്തിലുണ്ട്. പിന്നെ ഗ്യാസ് വല്ലപ്പോഴും എടുക്കുന്ന കുടുംബങ്ങളുണ്ട്. പിന്നെ ഈ സെക്കൻഡ് ഇത് ബുക്ക് ചെയ്തിട്ട് എടുക്കാത്തവരുണ്ട്. അവരെല്ലാം കിടന്നിട്ടാണ് ഇപ്പം മരിച്ച് ബുക്ക് ചെയ്യുന്നത്. ഇനി മറ്റൊരു വിരോധാഭാസം കാണുന്നത് ഈ കുറ്റിയുമായിട്ട് ഗോഡൌണിലേക്ക് ചെല്ലുന്ന കാഴ്ചകൾ കാണുന്നു. അതൊക്കെ ഒരു നാടകമാണെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് ഗ്യാസ് കുറ്റി ഗ്യാസ് ഗോഡൌണിൽ നിന്ന് നിറച്ചു കൊടുക്കാറില്ല. ഗ്യാസ് ഗോഡൌണിൽ നിന്ന് പൗരന്റെ കൈവശവും ഈ കുറ്റി കൊടുക്കാറില്ല. അത് ഏത് കൊച്ചു കുട്ടികൾക്കും അറിയാവുന്ന നിയമമാണ്. നിയമം അനുസരിച്ച് ഗ്യാസ് കുറ്റി ഗോഡൌണിൽ നിന്ന് നമ്മുടെ വീട്ടിലെത്തിക്കുന്നത് ഗ്യാസ് ഏജൻസിയാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ട അതിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, അവരാണ് അത് എത്തിക്കുന്നത്. അല്ലാതെ ഈ കുറ്റിയും കൊണ്ടുവന്നിട്ട് അവിടെ സൈക്കിൾ പമ്പ് വെച്ച് അടിച്ചു തരുമോ അയാള് ഓരോ കുറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാല്? ഈ സാധനം ഒരു സ്ഥലത്തുനിന്ന് വന്നാലും സ്റ്റോക്ക് ചെയ്യുന്നില്ല ഗോഡൌണിൽ, അതൊന്ന് ഓരോന്ന് വെച്ചിട്ട് എടുത്തിട്ടില്ല തരുന്ന ഈ സാധനം. ഇത് പാനിക് സിറ്റുവേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഗോഡൌണിലേക്ക് ഈ കുറ്റിയുമായിട്ട് പോവുകയാണ്. ഈ പ്രബുദ്ധരാണല്ലോ നമ്മൾ, വിദ്യാഭ്യാസമുള്ളവരാണല്ലോ നമ്മൾ, അറിവുള്ളവരാണല്ലോ നമ്മൾ. കുറഞ്ഞ പക്ഷെ ഈ അറിവെങ്കിലും നമുക്ക് വേണ്ടേ? അപ്പം ഇത് കണക്ക് വെറുതെ എന്നിട്ട് എവിടെങ്കിലും ഒരിടത്ത് ഇവർക്ക് ഒരു വലിയ പ്രതിഷേധം സാധാരണ ജനങ്ങളുടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു? പ്രതിഷേധിച്ചു DYFI, അവരുടെ പാർട്ടിക്കാർ എല്ലാത്തിനും പ്രതിഷേധിക്കുന്നുണ്ട്. ആമസോൺ കാർഡുകൾ കത്തിയപ്പോഴും പ്രതിഷേധിച്ചവരാണ്. കോൺഗ്രസ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ജനത്തിനെ തെരുവിലിറക്കാൻ കഴിഞ്ഞോ? ഏതെങ്കിലും ഒരു സാധാരണ ജനം ഇറങ്ങിയിരുന്നു 2011. അതിന്റെ ഫോട്ടോയിലൊന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മോദിക്കെതിരെ പ്രചരണം നടത്തിയത്. 2011 മഹാരാഷ്ട്രയെ ക്യൂ നിന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇതിനൊക്കെ ഗ്യാസ് പ്രതിസന്ധി ഉണ്ടായപ്പോൾ. ഇന്ന് എവിടെങ്കിലും അങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടോ? എവിടെങ്കിലും ഗ്യാസ് കിട്ടാത്ത ഒരു പ്രതിസന്ധി ഉണ്ടോ? എങ്ങുമില്ല. ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ്. ഒരു കുറ്റി മാത്രം എടുത്തവരെടുത്ത്, അതായത് നമ്മുടെ ജനത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ എല്ലാം തീർന്നു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ചില നവസഭക്കാരും ചില ആളുകളും ഒക്കെ പറയുമായിരുന്നു 2000 ലോകം അവസാനിക്കുന്നു. ഇപ്പൊ വീട്ടിൽ കിടക്കുന്ന കോഴിയൊക്കെ കൊന്ന് കറി വെക്കും. കാരണം തീരെ കാണല്ലോ, ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതിനു മുമ്പ് അങ്ങ് അർമാദിക്കാന്ന് വെച്ചിട്ട് കോഴിയൊക്കെ കൊന്ന് കറിയൊക്കെ വെച്ച് തിന്നുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് പഴയ കാലം. അതിൽ നിന്നൊക്കെ ഒരുപാട് ഡെവലപ്പായിട്ടും മലയാളി മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പോസ്റ്റുകളൊന്നും വരുന്നില്ല. ഇതാണ് ഇവിടെ. എന്നിട്ട് ഇവര് പറയുന്നത് വെച്ചാല് അത് ഇന്ത്യ എത്തിച്ചെന്ന് ഇവര് പറഞ്ഞില്ല, ഇറാന്റെ ഔദാര്യം എന്ന്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്, 54 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. അവർക്കും നോമ്പല്ലേ? അവരും ഈ ഗ്യാസ് കിട്ടാതെ പട്ടിണി കിടക്കല്ലേ? ഈ ഔദാര്യം മുസ്ലിം രാഷ്ട്രമായ ഇറാൻ എന്താണ് അവരോട് കാണിക്കാത്തത്? മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള സൗദി അറേബ്യയും ഖത്തറിനെയും ഈ UAEയും ഒക്കെ ഈ നോമ്പ് കാലത്തെങ്കിലും സ്വസ്ഥമായിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കാതെ എന്തിനാണ് മിസൈൽ ആക്രമണം നടത്തുന്നത്? വിശാല മനസ്കരാണല്ലോ ആശാൻ. അപ്പൊ ആശാൻ അതും കൂടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? അപ്പൊ ഇങ്ങനെ തട്ടാമുട്ടി പറയാൻ ഈ ഗ്യാസിന്റെ പ്രശ്നം കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ഈ പറയുന്ന April 9 വരെ കാണും. അത് ഗ്യാസ് വന്നാലും കാണും, ഗ്യാസ് വന്നില്ലെങ്കിലും കാണും. കാരണം April 9 വൈകുന്നേരം 5 മണിയാകുമ്പോൾ കേരളത്തിലെ ഗ്യാസിന്റെ ഇഷ്യൂ തീരും. കാരണം തെരഞ്ഞെടുപ്പാണെന്ന്. അന്ന് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തീരും. പിന്നെ ഗ്യാസിനെ കുറിച്ചും ആരും പറയത്തില്ല, പെട്രോളിനെ കുറിച്ചും ആരും പറയത്തില്ല, ഒന്നിനെ കുറിച്ചും ആരും പറയില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഗ്യാസിന്റെ യാഥാർത്ഥ്യം ഇതാണ്. 21 ദിവസമല്ല 25 ദിവസമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും ഈ ഷോർട്ടേജ് ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. രാജ്യത്തെങ്ങുമില്ല, കേരളത്തിൽ നല്ല രാജ്യത്തെങ്ങുമില്ല.
പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഷിപ്പുകൾ, 2 ഷിപ്പുകൾ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ ഷിപ്പുകൾ ഏതാണ്ട് 28 ദശലക്ഷത്തോളം ഗ്യാസ് സിലിണ്ടറുകൾ നിറയ്ക്കാൻ കഴിയും. അപ്പം ഈ സിലിണ്ടറുകൾ അടുത്ത ഒരു ഷിപ്പ് കൂടെ വരുന്നുണ്ട്. ഇതുകൂടെ കഴിഞ്ഞാൽ ഈ 2 ഷിപ്പ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കുള്ള ചെറിയ ഒരു ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടൈം ബാർ കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ല. അങ്ങനെ വരികയാണ്. ഇനി ഭാവിയിലും കൂടെ നമ്മൾ നോക്കണമല്ലോ, യുദ്ധം നീണ്ടുപോയാലും. ഇത് പോകുമ്പോഴേക്കും നമുക്ക് റഷ്യയുടെയും കാനഡയുടെയും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്യാസ് നമുക്കിവിടെ എത്തിക്കാൻ പറ്റും. അതിനുള്ളൊരു ചെറിയ ടൈം നമുക്ക് കിട്ടും. ഇപ്പൊ വരുന്ന ഷിപ്പ് കൊണ്ട് നമുക്കതിന് ടൈം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈ വ്യാപാരി വ്യവസായികൾക്കുള്ള അത് 20% നിജപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അതിലേക്ക് കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസ് ഒരുപക്ഷെ ഷോർട്ടേജ് ഭാവിയിൽ വന്നാലോ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ക്രൂഡിലേക്ക് വരാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP-ക്കാർ പ്രചരണം നടത്തേണ്ട ഒരു വിഷയം തന്നെയാണത്. കാരണം ലോകമെമ്പാടും ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇന്ത്യ വില കൂടിയിട്ടില്ല. ഡീസലിനും പെട്രോളിനും. എവിടെയെങ്കിലും ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു? ഒരു കാര്യമായെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ധന പ്രതിസന്ധിയുള്ള കാലമാണിപ്പോ ഈ വലിയ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം. ഇപ്പൊ ധനുഷ് വായിച്ചു, 10 രാജ്യങ്ങളുടെ പേരാണ് വായിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ആ 10 രാജ്യങ്ങളും ചെറിയ രാജ്യങ്ങളല്ല, അമേരിക്ക അടക്കമുള്ള വൻ രാജ്യങ്ങളാണ്. അവിടെ എല്ലാം വില കൂടിയപ്പോഴാണ് ഒരു തുള്ളി എണ്ണ ഉത്പാദിപ്പിക്കാത്ത 140 കോടി ജനമുള്ള ഈ രാജ്യത്ത് ഒരു പൈസ പോലും കൂട്ടാതെ ഈ സർക്കാർ മുൻപോട്ട് പോകുന്നൊരു കാര്യമാണത്. ചെറിയ കാര്യമല്ലത്. കാരണം എങ്ങനെയാണ് പിടിച്ചു നിർത്താൻ കഴിയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് എണ്ണയില്ല, മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു രാജ്യമാണ്. ഇവിടെയാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടി. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഭരണാധികാരിയുടെ നയതന്ത്ര മികവ് കൊണ്ടാണ്. മിഡിൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ പോലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, ഈ മാർച്ച് മാസത്തെ കണക്ക് പുറത്തുവിടും. ഇപ്പൊ റഷ്യ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ കണക്ക് പുറത്തുവിടില്ല എന്ന്. ഇന്ത്യക്ക് കൊടുക്കുന്ന ക്രൂഡ് ഓയിലിന്റെ കണക്ക് ഞങ്ങൾ ഇനി പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അനൌദ്യോഗികമായി വന്നു കഴിഞ്ഞിരിക്കുന്നു. 2.7 അല്ല 3 എത്തുമെന്നാണ്. 30 ദശലക്ഷം എന്ന നിലയിലേക്ക് എത്തും എന്നുള്ള രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. പേരുടെ 10 ദശലക്ഷം എടുത്തുകൊണ്ടിരുന്ന സ്ഥാനത്തേക്ക് 30 ദശലക്ഷമോ ഇല്ല 20.7 ദശലക്ഷത്തിലേക്കോ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് മറ്റ് കണക്കുകൾ. ഈ രാജ്യങ്ങളുടെ കണക്കുകൾ വന്നിട്ടില്ല. കണക്കുകൾ വെളിപ്പെടുത്തുന്നില്ലെന്ന് റഷ്യയും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. അപ്പം ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അല്ലാതെ ഈ അമേരിക്കയിൽ നിന്ന് പെട്രോൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അമേരിക്കക്കാരന് ഇച്ചിരി പൈസ കുറച്ച് അവിടുത്തെ ആൾക്കാർക്ക് കൊടുത്താൽ പോരായിരുന്നു. അപ്പം അവിടെ ആ ഒരു സാധനം ഇവിടെ വരുന്നില്ല. പിന്നെ മിഡിൽ ഈസ്റ്റിൽ നമുക്ക് വലിയ രീതിയിലോട്ട് എണ്ണ വരുന്നത് നമ്മൾ ആ പ്രതിസന്ധി മുന്നിൽ കാണുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിന്റെ ഒരു പ്രതിസന്ധി. ഒരു പക്ഷേ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് സുഗമമായി എത്തിക്കാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ ഹോർമൂസ് കടലെടുക്കുമൊക്കെ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് അത് എണ്ണ എത്തിക്കാനുള്ള വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ട്. യാഥാർത്ഥ്യം തന്നെയാണത്. അത് നമുക്ക് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. അപ്പൊ അത് ഇനി ചൈനയിലേക്ക് നോക്കൂ. ചൈന ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ഇതിൽ നമ്മുടെ ന്യൂസിന്റെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. ചൈന പ്രതിസന്ധിയിലാണെന്ന് മാത്രമല്ല, ജനം ഈ പെട്രോൾ പമ്പുകളിൽ വലിയ ക്യൂ ആണ്. ചൈനയിൽ പെട്രോൾ കിട്ടാനില്ല, ജനം ഇടിച്ചു കയറുക. കാരണം അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇന്ധന സ്രോതസ് എന്ന് പറയുന്ന ഗാർഗെ ദ്വീപായിരുന്നു, ഐലൻഡ്. അവിടെയാണല്ലോ കഴിഞ്ഞ ദിവസം അമേരിക്ക അടിച്ചത് ഇറാന്റേത്. അവിടുന്ന് ചൈനയിലേക്കുള്ള ഒരു മെയിൻ സോഴ്സ് ഇത് വന്നുകൊണ്ടിരുന്നത്. ആ സോഴ്സ് വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഇത് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവർക്ക് അവിടുന്ന് കൊണ്ടുവരാൻ കഴിയാതെ വന്നു. 13 ദശലക്ഷമാണ് അവിടുന്ന് വന്നുകൊണ്ടിരുന്ന ഇറാന്റെ ഓയിൽ ഇവർക്ക് കൊടുത്തോണ്ടിരുന്നതെങ്കിൽ അതൊന്നും കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രതിസന്ധി വരുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനും. അതെന്താന്ന് ചോദിച്ചാൽ, ഈ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ റഷ്യ പോലുള്ളിടത്തേക്ക് ഇന്ത്യയും ചൈനയും കൂടുതൽ പിടിമുറുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഇന്ത്യയും ചൈനയും കൂടുതൽ പിടിമുറുക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ കടന്നു വരുമ്പോൾ എണ്ണയ്ക്ക് സ്വാഭാവികമായിട്ട് വില കൂടും. അവർക്കും 10 രൂപ കൂട്ടാൻ കിട്ടുന്ന ചാൻസ് അല്ലേ, അത് കുറയ്ക്കാൻ ആരും നിൽക്കത്തില്ല. ഇവിടെ മറ്റൊരു വലിയ കാര്യം കൂടി ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെട്രോ ഡോളർ ഇതോടുകൂടി തീരുകയാണ് ഈ ലോകത്ത്. കാരണം ഡോളർ വെച്ചിട്ടുള്ള ഈ എണ്ണ കച്ചവടം ഞങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുന്നു. യുവാൻ വഴി, അതായത് ചൈനയുടെ നാണയം വഴി ഇനി വ്യാപാരം നടത്തുക, അങ്ങനെയുള്ള ഷിപ്പുകൾക്ക് ഞങ്ങൾ പോകാൻ അനുമതി കൊടുക്കും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ നാളെ രൂപ കൂടെ അതിൽ വരുമായിരിക്കും. ചൈനയുടെ പേര് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇനി രൂപ കൂടെ അതിൽ വരും. അതായത് ഇനി ഡോളർ വേണ്ട ഈ ഏരിയയിൽ കച്ചവടം ചെയ്യാനെന്നുള്ള കാര്യം ഇറാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ റഷ്യയുമായിട്ട് റുപ്പയില് കച്ചവടം ചെയ്യാനുള്ള അതിന്റെ കാര്യങ്ങൾ നടന്നു വരികയാണ്. ഈ പുടിൻ കഴിഞ്ഞ തവണ വന്നപ്പോഴായിരുന്നു അതിനുള്ള ഡിസ്കഷനും അതിന്റെ ഫൈനലൈസ് ചെയ്ത് പോയിരിക്കുന്നത്. അത് നടന്നു വരികയാണെങ്കിൽ നമ്മളും ഇപ്പൊ ചൈന ചെയ്യുന്ന അവരുടെ പൈസയ്ക്കാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. നമ്മളും അതേ ഒരു ചാനൽ കീറിയാൽ, അതായത് ഒരു ചാനൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ, ഈ റൂബിൾ കച്ചവടത്തിലേക്ക് നമ്മളും തിരിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഡോളറിന്റെ ആവശ്യമില്ല. അതായത് നമ്മൾ പകുതി മേടിക്കുന്ന ക്രൂഡ് ഓയിലിന് ഡോളറിന്റെ ആവശ്യമേ വരുന്നില്ല. ഇതൊക്കെയാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഈ ഒരു ഇതിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം വരുന്നില്ല. മറ്റു രാജ്യങ്ങളും ആ രീതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ എന്താകും സാഹചര്യം?
പിന്നെ പെട്രോൾ ഡോളർ എന്ന് പറഞ്ഞാൽ പെട്രോളിൽ നിയന്ത്രിക്കുന്ന ഡോളറിന്റെ ആവശ്യം പിന്നെ വരുന്നില്ല. അതിങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കും. ഈ യുദ്ധം മുമ്പോട്ട് പോകുന്നവരും കൂടുതൽ പ്രതിസന്ധിയിൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് എത്തും. നമുക്ക് പ്രതിസന്ധി ഇപ്പോഴില്ല, ഭാവിയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാനും കഴിയില്ല. കാരണം ഇന്ത്യ സ്വന്തമായിട്ട് ക്രൂഡ് ഓയിൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യമല്ല, പുറത്തുനിന്ന് വാങ്ങേണ്ട രാജ്യം തന്നെയാണ്. അപ്പോൾ ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വലിയ പ്രതിസന്ധി രൂപപ്പെടുകയാണെങ്കിലോ ഒരുപക്ഷെ നമുക്ക് റേഷനിങ് എന്നുള്ള രീതിയിലേക്ക് ഒരുപക്ഷെ നമ്മുടെ പെട്രോളും ഡീസലും ഒക്കെ പോകേണ്ടി വരും. റേഷനിങ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് 5 ലിറ്റർ വെച്ച് മണ്ണെണ്ണ കൊടുക്കുന്നത് അളന്നു കൊടുക്കുമെന്നല്ല റേഷനിങ്ങിന്റെ അർത്ഥം. അതായത് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന പമ്പുകൾ 10 പമ്പുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ 5 പമ്പുകൾ മാത്രമേ ഒരു ദിവസം തുറക്കുക, അടുത്ത 5 പമ്പ് അടുത്ത ദിവസം തുറക്കുക, അങ്ങനെ ഒന്നിടവിട്ടുള്ള പമ്പുകൾ തുറക്കുക. അപ്പോൾ ഒറ്റയടിക്ക് ഒരു വലിയ ക്വാണ്ടിറ്റി പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കൊടുക്കാതിരിക്കാൻ കഴിയും അങ്ങനെ റേഷനിങ് സമ്പ്രദായം വെച്ച് കഴിഞ്ഞാൽ. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ടൈമിംഗ് വെക്കുക. ഏതെങ്കിലും പോയി നമ്മുടെ മെഡിക്കൽ സ്റ്റോർ ഒക്കെ ചെയ്യുന്നതൊക്കെ ഒരു ഏരിയയിൽ ഏതെങ്കിലും ഒരു പമ്പ് മാത്രം 24 hours വെക്കുക, ബാക്കിയുള്ള പമ്പുകൾ വൈകുന്നേരം ഒരു 6 മണിക്ക് 7 മണിക്ക് ക്ലോസ് ചെയ്യുക. അപ്പൊ കൺസപ്ഷൻ നമുക്ക് വളരെയധികം കുറയാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് കൂടും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാർ ഇങ്ങനത്തെ പ്രതിസന്ധികളെ പെട്ടെന്ന് തരണം ചെയ്യുന്നവരാണ്. നമ്മൾ കോവിഡ് കാലത്തായി കണ്ടു. ഇന്ന് ഞാൻ രസകരമായ ഒരു വാർത്ത നമ്മൾ ന്യൂസിനെ വളരെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പറയാം. ഈ ഗ്യാസിന്റെ ക്ഷാമം, അതായത് വലിയ ഷോർട്ടേജ് വരുന്നുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ഇന്ത്യക്കാർ അതിന് വലിയൊരു ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അവർ ചെയ്തിരിക്കുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെട്ടെന്ന് റെഡി ടു കുക്ക് ഉണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് കടകളിൽ കിട്ടുന്ന. ആ സാധനങ്ങൾ ഒരുപാട് വാങ്ങുന്നു. ഇപ്പൊ അത്തരം സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വലിയ, അത് ഡെഡ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളായിരുന്നു, വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റുകളായിരുന്നു. അതൊക്കെ വലിയ രീതിയിൽ ഇപ്പൊ ചെലവാകുന്നുണ്ട്. ഇപ്പോഴത്തെ മാഗി, അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടല്ലോ, ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പൊ ഗ്യാസിന്റെ കൺസപ്ഷൻ ശരിക്കും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. പക്ഷെ റേഷനിങ് വരാം, ഭാവിയിൽ നമുക്ക് അങ്ങനെ റേഷനിങ് വരാം. നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട് മുൻപ്, അതേപോലത്തെ ഒരു റേഷനിങ് സമ്പ്രദായമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പമ്പുകൾക്ക് കർശന നിർദ്ദേശം കൊടുക്കുന്നു, ഈ വലിയ വണ്ടികൾക്ക്, വലിയ വാഹനങ്ങൾക്ക് ഇത്ര ഡീസൽ കൊടുക്കുക എന്നൊക്കെ ഉള്ളത് വരാം, ഭാവിയിൽ വരാം. നിലവിലില്ല. ഏതായാലും 2-3 ആഴ്ച കൊണ്ടൊക്കെ യുദ്ധം തീരുമെന്നാണ് പറയുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഒരു 2-3 മാസക്കാലം പ്രതിസന്ധികൾ ഉണ്ടാകില്ല. 3 മാസക്കാലം കഴിഞ്ഞിട്ട് ഈ യുദ്ധം വേറൊരു ആംഗിളിലേക്ക് മാറുകയും വേറൊരു രീതിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, കാരണം നമ്മളെ സംബന്ധിച്ച് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ടൈമിങ്ങും കാര്യങ്ങളും എടുക്കും. അത് പ്രോസസ് ചെയ്യും. കാരണം ഈ വരുന്ന ക്രൂഡ് ഓയിൽ എല്ലാം ഒരേ ടൈപ്പ് ഉള്ളതല്ല. ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ക്രൂഡ് ഓയിൽ അല്ല റഷ്യയിൽ നിന്ന് വരുന്നത്, റഷ്യയിൽ നിന്ന് വരുന്നതല്ല ഈ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നത്. കാരണം ഇത് പ്രോസസ് ചെയ്യുമ്പോൾ എല്ലാം വ്യത്യസ്തമായ ക്രൂഡ് ഓയിലുകളാണ്. അത് ഹൈ സൾഫൈഡ് ക്രൂഡ് ഓയിലുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവിക്കണം. പക്ഷെ നിലവിലില്ല. 2-3 മാസത്തേക്ക് അതിന്റെ വിഷയത്തിൽ വരില്ല. 3 മാസവും കഴിഞ്ഞ് പിന്നെയും യുദ്ധം ഇതേ കണക്ക് നിൽക്കുകയും ഹോർമുസ് കടലിടുക്ക് തകർന്നു പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഒന്നും എണ്ണ ഉത്പാദിപ്പിക്കാവുന്ന ഒരു സാഹചര്യം, അവർ ഉത്പാദിപ്പിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മളും ഒരുപക്ഷെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോഴും ഞാൻ കരുതുന്നത് വില കൂട്ടാൻ സാധ്യതയില്ല, പക്ഷെ റേഷനിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കാനാണ് സാധ്യത.